ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവറുകളെ, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, ശ്രീ ബെന്നി ബെഹനാൻ MLA, ശ്രീ IB ഈഡൻ MLA, ശ്രീ അൻവർ സാദത്ത് MLA, മറ്റ് ഈ സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ഈ സംസ്ഥാനത്തെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സംഘടനയെക്കുറിച്ച് ബഹുമാന്യായ ഉസ്താദ് ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു. നിങ്ങളുടെ പല സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള, പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള എനിക്ക് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ സംഘടനയുടെ അച്ചടക്കത്തെക്കുറിച്ച്, നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സമ്മേളനങ്ങളിൽ പലതിലും പങ്കെടുത്തിട്ടുള്ള എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളൊരു സംഗതി നിങ്ങളുടെ അച്ചടക്കം തന്നെയാണ്. ഏതൊരു രാജ്യത്തിനും, ഏതൊരു സമൂഹത്തിനും, ഏതൊരു സംഘടനയ്ക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അച്ചടക്കമാണ്. അത് ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സംഘടന, വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടന, നിങ്ങൾ ഈ സമൂഹത്തിന് ഒരു മാതൃകയാണ്, ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയാൻ
സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു സംഘടന. ബഹുമാന്യായ ഉസ്താദ് ഇവിടെ ആ നയം വളരെ വ്യക്തമാക്കി. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന തിന്മകൾക്കെതിരെ നിയമപരമായ പോരാട്ടം മാത്രം പോരാ, ധാർമ്മികമായ പോരാട്ടം കൂടി വേണം. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ രാജ്യം നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ തിന്മകളുണ്ട്. അതിനെയൊക്കെ കർശനമായി നിയന്ത്രിക്കാനുള്ള നിയമവ്യവസ്ഥിതിയുണ്ട്. പക്ഷേ നിയമവ്യവസ്ഥിതി കൊണ്ട് മാത്രം എല്ലാ തിന്മകളെയും നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനാവില്ല. അതിനെതിരെ നിയമപരമായ ശക്തമായ നടപടികളോടൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ നമുക്ക് അനിവാര്യമാണ്. ആ കാര്യത്തിലും നിങ്ങൾ ഉയർന്ന നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്, അഭിനന്ദനീയമാണ്. അഴിമതിയും അക്രമവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അഴിമതി ഒരു വശത്ത്, അക്രമം മറുവശത്ത്. അക്രമം ഭീകരരൂപത്തിൽ ഉള്ള അക്രമങ്ങളുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങളുണ്ട്, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇതിനെ ചെറുക്കാൻ യുവാക്കളാണ് മുമ്പോട്ട് വരേണ്ടത്. നാളത്തെ ഈ സമൂഹത്തിന്റെ സാരഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികളാണ്, ഇന്നത്തെ ചെറുപ്പക്കാരാണ്. നാളത്തെ സമൂഹം നമുക്ക് കുറ്റമറ്റതാകണമെങ്കിൽ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാകണമെങ്കിൽ, ധാർമ്മികതയിൽ അടിസ്ഥാനമാക്കിയ ഒരു സമൂഹത്തെ നാളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ, ധാർമ്മിക ചുരിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയേ മതിയാക്കും. അവിടെയാണ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്, ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രസക്തി. ഞാൻ ദീർഘമായി ഈ അവസരത്തിൽ സമയമെടുക്കുന്നില്ല. നിങ്ങളുടെ ഈ വലിയ സംഘടന 100% അച്ചടക്കം പുലർത്തുന്ന എല്ലാ സംഘടനകൾക്കും മാതൃകയായിട്ടുള്ള ഈ സംഘടന സാമൂഹ്യ തിന്മയ്ക്കെതിരെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം നമ്മുടെ സമൂഹത്തിന് തന്നെ, നമ്മുടെ സമൂഹത്തിന് ആകമാനം തന്നെ ആത്മവിശ്വാസം വളർത്തുന്ന ഒന്നായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.